ശ്രീ മാത്യു കുഴൽനാടൻ്റെ ഗുരുതര ആരോപണം മലയാളികൾക്ക് യഥാവിധി മനസ്സിലായിട്ടുണ്ടോ? ഒരുപക്ഷെ നാളെ കുഴൽനാടൻ കൊല്ലപ്പെട്ടേക്കാം. എന്താണ് ഇത്ര ഗുരുതര അഴിമതി എന്നല്ലേ ഇപ്പോൾ ചിന്തിച്ചത്? പറയാം. സോഷ്യൽ മീഡിയ ഇത്രയും വളർന്ന കാലത്തും മലയാളികൾ എത്ര സീരിയസ് ആയാണ് ഓരോ വിഷയത്തെയും സമീപിക്കുന്നതെന്നത് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും ഇടപെടൽ പോലിരിക്കും എന്നതൊരു ദുരവസ്ഥ തന്നെയാണെന്ന് പറയാതിരിക്കാനാവുന്നില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി വീണ വിജയൻ, മാസപ്പടി, എക്സാലോജിക്ക്, CMRL, ഇൻ്റർവ്യൂ റിപ്പോർട്ട്, ED എന്നൊക്കെ കേട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് കരുതി മലയാളി കുഴൽനാടൻ പറഞ്ഞതിലെ ഗൗരവം വേണ്ടവിധം ശ്രദ്ധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2024 ഫെബ്രുവരി 17 രാവിലെ വീണ വിജയനും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കുഴൽനാടൻ ഉന്നയിച്ചത്. വയനാട്ടിലെ പോളിൻ്റെ മൃതദേഹം കൊണ്ട് ചിലർ മനഃപൂർവ്വം നടത്തിയ സമരനാടകം കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചത് ഇതേ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ തീരുമാനമാണ്. 2018 പ്രളയത്തെ ഏതൊക്കെ വിധത്തിൽ പിണറായി സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഉപയോഗിച്ചു എന്നതിന് ധാരാളം തെളിവുകൾ ഇന്നുണ്ടെങ്കിലും ദുരന്ത നിവാരണ റിപ്പോർട്ടും അതിനെ സംബന്ധിച്ച നിയമവും ഉപയോഗിച്ച് നടത്തിയ വലിയൊരു അഴിമതിയും കൊള്ളയുമാണ് കുഴൽനാടൻ ഫെബ്രുവരി 17 ചൂണ്ടിക്കാട്ടിയത്. വൈകിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് വിഷയം ചർച്ചയ്ക്കെടുത്തെങ്കിലും ഈ ഗുരുതരമായ ആരോപണം കേട്ട് പിണറായി വിരുദ്ധനായി അഭിനയിക്കുന്ന ജോസഫ് സി മാത്യു പോലും ഞെട്ടിയില്ല എന്നതും ശ്രദ്ധിക്കണം. ഞെട്ടിയത് സുപ്രീം കോടതി വക്കീലായ അഭിലാഷ് മാത്രമാണ് എന്നത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാം. അടുത്ത ദിവസം ഞാൻ പത്രം അരിച്ചു പറക്കി നോക്കി. കോൺഗ്രസിൻ്റെ വാലായി പറയുന്ന മനോരമ പോലും ഫെബ്രുവരി 18 കുഴൽനാടൻ എന്നൊരു പേര് പോലും എഴുതിയിട്ടില്ല. വിട്ടുപോയതാണെങ്കിലോ എന്ന് കരുതി ഞാൻ 19 തീയതിയിലെ പത്രവും അരിച്ചു പറക്കി നോക്കി. ഒരു വരി പോലും കുഴൽനാടൻ്റെ ഗുരുതര ആരോപണത്തെക്കുറിച്ചില്ല. സമരം ചെയ്യാനോ രാജി ആവശ്യപ്പെടാനോ പ്രതിപക്ഷത്ത് നിന്ന് കോൺഗ്രസോ BJPയോ പോലുമില്ല എന്നതിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. പത്രസമ്മേളനം നടത്തി പിണറായിക്കും കുടുംബത്തിനുമെതിരെ ഈ ഗുരുതര ആരോപണം ഉന്നയിച്ച കുഴൽനാടൻ ഒരുപക്ഷെ നാളെ ഏതെങ്കിലും വാഹനാപകടത്തിൽ കൊല്ലപ്പെടാനാണ് സാധ്യത. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾ വീണ വിജയൻ വാങ്ങിയ മാസപ്പടിക്ക് പകരം മുഖ്യമന്ത്രി നൽകിയ സർവീസ് എന്തായിരുന്നു എന്നത് തെളിവും ഡേറ്റും സഹിതം ബോധ്യപ്പെടുത്തുകയായിരുന്നു മാത്യു കുഴൽനാടൻ. അതിൻ്റെ ചുരുക്കം എന്നത് മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ, തീയതികളും തീരുമാനങ്ങളുമടക്കം ഇപ്രകാരമാണ്. പൂർണ്ണമായും പൊതുമേഖലയിൽ മാത്രം നടന്നിരുന്ന കരിമണൽ ഉൾപ്പെടെയുള്ള ഖനനം 2007 UPA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്വകാര്യ മേഖലയ്ക്ക് കൂടി തീരെഴുതി നൽകിയിരുന്നു. എന്നാൽ UPA സർക്കാരിൻ്റെ ഈ തീരുമാനം മാറ്റണമെന്നും രാജ്യത്ത് നടക്കുന്ന ഖനനം, പ്രത്യേകിച്ചും കരിമണൽ പോലെയുള്ള ഖനനങ്ങൾ പൂർണ്ണമായും പൊതുമേഖലയ്ക്ക് മാത്രമാക്കണമെന്നും 2013 സുപ്രീം കോടതി നിർദ്ദേശം നൽകുന്നു. തൽഫലമായി കേരളത്തിലെ വ്യവസായ വകുപ്പിന് ചെറിയൊരു ഷെയർ എന്ന പേരിൽ ചില്ലറ കൊടുത്ത് കൊള്ളലാഭം ഉണ്ടായിക്കൊണ്ടിരുന്ന CMRLൻ്റെ സഹോദര കമ്പനിക്ക് ഖനനം ചെയ്യാനുള്ള അനുവാദം നഷ്ടമാകുന്നു. എന്നാൽ നാട്ടുകാരിൽ നിന്ന് ചാക്കിൽ കൊള്ളമണൽ വാങ്ങുന്നത് അവർ തുടർന്നു പോരുകയും ചെയ്തിരുന്നു. കൂടാതെ കോടതി വിധിയിൽ ചില തന്ത്രങ്ങൾ നടത്തി ഖനനത്തിന് അന്നത്തെ UDF സർക്കാരും CMRLനെ സഹായിച്ചു പോരുകയും ചെയ്തു. മുസ്ലിം ലീഗാണല്ലോ UDF കാലത്ത് എപ്പോഴും വ്യവസായ വകുപ്പ് കൊണ്ടുനടന്നിരുന്നത്. 2015 ശേഷം അധികാരത്തിൽ വന്ന മോദി ഗവൺമെൻറ് കേരളത്തിന് രേഖാമൂലം തന്നെ കരിമണൽ മേഖലയിലെ സ്വകാര്യ ഖനനം തടഞ്ഞുകൊണ്ട് കർശന നിർദ്ദേശം നൽകുന്നു. അത് CMRLനെ രൂക്ഷമായി തന്നെ ബാധിക്കുന്നു. പിന്നീട് പ്രാദേശിക സമരങ്ങൾ കാരണം കേരളത്തിലെ കരിമണൽ ഖനനത്തിൽ ഇടിവുണ്ടാകുന്നു. അത് KMRL നൽകുന്ന ഇൽമനേറ്റ് ഉപയോഗിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾ സമ്പാദിച്ചിരുന്ന കർത്തയുടെ CMRL എന്ന സ്വകാര്യ കമ്പനിക്ക് 2016 മുതൽ വലിയ നഷ്ടമുണ്ടാകുന്നു. വിദേശ രാജ്യത്ത് നിന്ന് ആദ്യമായി കരിമണൽ തൂത്തുക്കുടി തുറമുഖത്ത് വന്നതൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. CMRLന് ആവശ്യമായ ഇൽമനേറ്റ് എന്ന അസംസ്കൃത വസ്തു വിദേശ രാജ്യങ്ങളിൽ നിന്ന് കരിമണൽ വരുത്തി ഉണ്ടാക്കേണ്ടി വരുന്നത് CMRLന് വലിയ നഷ്ടമുണ്ടാക്കുന്നു എന്ന് കാണിച്ച് അത് കാരണം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും, കമ്പനി അടച്ചുപൂട്ടേണ്ടി വരുമെന്നൊക്കെ രേഖപ്പെടുത്തി വ്യവസായ വകുപ്പിന് ഷെയറുണ്ട് എന്ന കാരണത്താൽ പിണറായി അധികാരത്തിൽ കയറിയ 2016 ശേഷം കേരള ഗവൺമെൻറ്റിന് CMRL ഒരു പരാതി നൽകുന്നു. തീയതി കുഴൽനാടൻ പറഞ്ഞ പ്രകാരം 2017 ഫെബ്രുവരി 6. ഈ പരാതി പ്രകാരം കേരളത്തിൽ തന്നെ വളരെ സുലഭമായി ലഭിക്കുന്ന ഇൽമനേറ്റ് കോടിക്കണക്കിന് രൂപ മുടക്കി വിദേശത്ത് നിന്ന് വാങ്ങുന്നത് ഒഴിവാക്കാൻ കേരളത്തിൽ തന്നെ ഇൽമനേറ്റ് കൂടുതൽ ലഭിക്കുന്ന സാഹചര്യം ഗവൺമെൻറ് ഒരുക്കണമെന്നായിരുന്നു. അക്കാലത്ത് പ്രാദേശികമായി കരിമണൽ ഖനനത്തിന് എതിരെ നടന്ന പ്രക്ഷോഭങ്ങളെ CPM തന്നെ എതിർത്തതും പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ നേരിട്ടതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ദേശീയ താൽപ്പര്യമോ കരിമണൽ എന്ന ധാതു സമ്പത്തോ KMMLൻ്റെ ലാഭമോ ഒന്നുമായിരുന്നില്ല പിണറായിയുടെ ലക്ഷ്യം. CMRLന് വേണ്ട ഇൽമനേറ്റ് കൊടുക്കാൻ KMMLന് കഴിയും വിധം ഖനനത്തിന് തടസ്സമുണ്ടാകരുതെന്ന് മാത്രമായിരുന്നു പിണറായി സർക്കാരിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് പിണറായിക്ക് പ്രളയം എന്ന ദുരന്ത ലോട്ടറി അടിക്കുന്നത്. പ്രളയത്തെ ഏതൊക്കെ വിധത്തിൽ പിണറായി സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഉപയോഗിച്ചു എന്നതിന് ധാരാളം തെളിവുകൾ ഇന്നുണ്ടെങ്കിലും ദുരന്ത നിവാരണ റിപ്പോർട്ടും ദുരന്ത നിവാരണ നിയമവും ഉപയോഗിച്ച് നടത്തിയ വലിയൊരു അഴിമതിയും കൊള്ളയുമാണ് കുഴൽനാടൻ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 17 കേരളത്തിനോട് ചൂണ്ടിക്കാട്ടിയത്. കുട്ടനാട്ടിൽ സ്ഥിരമായി മഴക്കാലത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കം കുറയ്ക്കാൻ ലഭിച്ച റിപ്പോർട്ട് എന്നത് കുട്ടനാട് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് അവിടെ നിന്ന് കടലിലേക്ക് ജലമൊഴുകുന്ന വഴികളിലെ നദികളിലെ
മണലും ചെളിയും നീക്കം ചെയ്ത് വീതി കൂട്ടി കനാലുകൾ വൃത്തിയാക്കി കടലിലേക്ക് ജലമൊഴുക്കിൻ്റെ വേഗത കൂട്ടണമെന്നായിരുന്നു. അങ്ങനെ വരുന്ന ജലം തോട്ടപ്പള്ളി പോലെയുള്ള അഴിമുഖത്ത് മണൽ കയറി തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ആ മണ്ണ് അഴിമുഖത്തുനിന്ന് നീക്കം ചെയ്തു കൊടുക്കണം എന്നുമായിരുന്നു റിപ്പോർട്ട്. സ്വാഭാവികമായും മഴക്കാലത്ത് പൊഴിമുറിഞ്ഞ് ജലം ഒഴുകുമെങ്കിലും കമ്മീഷൻ ഒരു റിപ്പോർട്ട് നൽകിയെന്നതേ ഉള്ളൂ. എന്നാൽ ആ റിപ്പോർട്ട് മറയാക്കി മുഖ്യമന്ത്രി പിണറായി നദികളിലും കനാലിലുമുള്ള ചെളി നീക്കം ചെയ്യും മുമ്പേ ഇങ്ങ് അറ്റത്തുള്ള തോട്ടപ്പള്ളി മേഖലയിലെ കരിമണൽ എത്രയും വേഗം നീക്കം ചെയ്യാൻ CMRന്റെ പരാതി പരിഗണിച്ച് ഉത്തരവ് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. അതും അവിടെ പണം മുടക്കി മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി വച്ചുപിടിപ്പിച്ച കാറ്റാടി മരങ്ങൾ വെട്ടിമാറ്റിയാണ് മണ്ണ് നീക്കം ചെയ്തത്. ഇത് കരിമണൽ ഖനനത്തിൻ്റെ പരിധിയിൽ വരാതിരിക്കുകയും ചെയ്യും. എന്നാൽ അഴിമതി ആരോപണം വരാതിരിക്കാൻ വേണ്ടി ഈ മണ്ണ് പൊതുമേഖലാ സ്ഥാപനമായ KMRന് തന്നെ കരാറടിസ്ഥാനത്തിൽ നൽകി. ഫലത്തിൽ പിണറായിക്ക് താൽപ്പര്യമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള KMRന് ഈ കരിമണൽ ലഭിക്കുന്നു. അവിടെയും മണ്ണിന് വില നിശ്ചയിച്ചത് കേവലം 1 ടണ്ണിന് 232 രൂപ നിരക്കിൽ മാത്രമായിരുന്നു. അതായത് 5 ടണ്ണുള്ള ഒരു ടിപ്പറിൽ കൊണ്ടുപോകുന്ന കരിമണലിന് KMML സർക്കാരിന് നൽകുന്നുവെന്ന് പറയപ്പെടുന്നത് 1200 രൂപ മാത്രം. അവിടെ നിന്ന് ചാക്കിൽ കരിമണൽ വാരി നൽകുന്ന പ്രദേശവാസികൾക്ക് 35 കിലോ ചാക്കിന് 300 മുതൽ 400 രൂപ വരെയാണ് ലഭിക്കുന്നതെന്നറിയുമ്പോഴാണ് കേരളത്തിന് വരുമാനമായി 10,000 കോടികൾ കിട്ടേണ്ട കരിമണൽ KMMLന് ടണ്ണിന് വെറും 200 രൂപയ്ക്ക് നൽകുന്നത് എന്നുകൂടി മലയാളി അറിയണം. ഇനി ഇതുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനമായ KMML ലാഭമുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ പറയുന്നത് നഷ്ടത്തിൻ്റെ കണക്ക് മാത്രം. പക്ഷേ CMR എന്ന കർത്തയുടെ സ്വകാര്യ കമ്പനിക്ക് ആവശ്യമുള്ള ഇൽബനേറ്റ് നൽകാൻ വേണ്ടിയാണ് KMMLനെ കേരള ഗവൺമെൻറ് കാലങ്ങളായി ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് വസ്തുത. അത് ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്തയുടെ കണക്ക് ബുക്കിൽ OCയും PVയും VDയും കുഞ്ഞാലിക്കുട്ടിയും പത്രങ്ങളും ഉൾപ്പെടെ എല്ലാവരും വന്നത്. അതുകൊണ്ട് തന്നെയാണ് കുഴൽനാടന് സ്വന്തം പാർട്ടിയിൽ നിന്നോ മാധ്യമങ്ങളിൽ നിന്നോ പോലും പിന്തുണ കിട്ടാതെ പോകുന്നതും ഇത് വാർത്തയാകാതെ പോകുന്നതും. കുഴൽനാടൻ തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇപ്രകാരം കുറഞ്ഞ വിലയ്ക്ക് KMML എത്ര ടൺ മണ്ണെടുത്തുവെന്നോ എത്ര രൂപ സർക്കാരിലേക്ക് നൽകിയെന്നോ കണക്കില്ല. കുറഞ്ഞ വിലയ്ക്ക് മണ്ണ് വാങ്ങി സംസ്കരിച്ചിട്ടും KMML അധിക ലാഭം ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, സ്വകാര്യ കമ്പനിയായ CMRL മുഖ്യമന്ത്രിക്ക് നഷ്ടം കാരണം പൂട്ടിപ്പോകുമെന്ന് പരാതി നൽകിയ 2017 നിന്ന് 2029 ആയപ്പോഴേക്കും ഒരുപാടങ്ങ് വളർന്നിരിക്കുന്നു. 2019 തന്നെ ലാഭത്തിൽ തിരികെ എത്തിയ കമ്പനി 2022 കണക്കുപ്രകാരം 6 കോടി വാർഷിക ലാഭവും 2023 56 കോടി വാർഷിക ലാഭവും ഉണ്ടാക്കിയതായി അവരുടെ തന്നെ രേഖകൾ പറയുന്നു. നികുതി വെട്ടിച്ചതിന് കേസ് നേരിടുന്ന CMRL എന്ന കർത്തയുടെ കമ്പനിയുടെ അനൗദ്യോഗിക വരുമാനം എത്രയായിരിക്കുമെന്ന് മലയാളിക്ക് ഊഹിച്ചു നോക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ കർത്തയ്ക്കും CMRL എന്ന കമ്പനിക്കും വഴിവിട്ട് നൽകിയ സഹായത്തിനാണ് മകളായ വീണയുടെ കമ്പനിക്ക് മാസപ്പടിയായി പണം ലഭിച്ചത് എന്നാണ് നഗ്ന യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിക്കൊപ്പം എല്ലാ പ്രതിപക്ഷ നേതാക്കളും ലോക്കൽ നേതാക്കൾ വരെയുള്ള എല്ലാ പാർട്ടിക്കാരും ഇതിൻ്റെ വീതം വാങ്ങി വിഴുങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇത്രയും വാർത്തകൾ കേന്ദ്ര ഏജൻസികൾ കാരണം പുറത്തു വന്നതുകൊണ്ട് മാത്രം ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരു ഭംഗിവാക്കായി പോലും പിണറായിയുടെ രാജി ആവശ്യപ്പെടാതെ പോകുന്നത്. അതുകൂടി മലയാളി മനസ്സിലാക്കണം. വെറും കഴുതയായ വോട്ടുകുത്തികളായി അധപ്പതിക്കാതെ കുറച്ചുകൂടി ചിന്താശേഷി ഉണ്ടാവണം മലയാളിക്ക്. ഒന്നു ചേർന്ന് ഭരണ പ്രതിപക്ഷ മാധ്യമങ്ങളുടെ ഇത്തരം അഴിമതി കൂട്ടുകെട്ടിനെതിരെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം മലയാളി കാണിക്കുകയെങ്കിലും വേണം. അത്രയെങ്കിലും നീതി കുഴൽനാടനോട് മലയാളി കാണിക്കേണ്ടതുണ്ട്.